ഹായ് എൻ്റെ എല്ലാ കുട്ടിക്കാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കമ്മലുമ്മ കളിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ഈ ചെറിയ മോനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കമ്മലിടാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി കെട്ടിയത് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ചോറൂണ് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇതാ അമ്പലത്തിലോട്ടേക്ക് പോവുക കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാൻ ശിവഭഗവാനാണ്. അപ്പോൾ ഞങ്ങളെ പൂവക്കാട്ട് അമ്പലത്തിലോട്ടേക്ക് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയും പോണത്. അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അമ്പലക്കുളത്തിൽ ഈ ഒരു ടൈമായപ്പോൾ കുറേ ആമ്പൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം. സൂം ചെയ്തിട്ട് എത്രത്തോളം സൂം ചെയ്തിട്ട് അതിൻ്റെ പെർഫെക്ഷൻ കിട്ടുമെന്നറിയില്ല. പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല നല്ല കടും പിങ്ക് താമര കേട്ടോ. അപ്പം അമ്പലത്തിൻ്റെ ഇപ്പോൾ സൈഡിലൊക്കെ മണ്ണിട്ടുകൊണ്ട് എനിക്കിതാ അവിടെ മണ്ണിട്ട് പൊന്തിക്കുകയായിരിക്കും. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്നിട്ടൊന്നും അമ്പലത്തിൻ്റെ വീഡിയോ താമരൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു വെച്ചിട്ട് വന്നതായിരുന്നു. മണ്ണിട്ടുകൊണ്ടിരിക്കാണ്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ അമ്പലത്തിൽ പോയി വന്ന് പിന്നെ ഞങ്ങൾ ചായയുടെയും പിന്നെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലുലുമാൾ പോകാനായിട്ട് ഷൈചേട്ടൻ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന് നിൽക്കുന്നത്. ഓരവിടുന്ന് തൃശ്ശൂർ ബസ്സിന് കയറിയിട്ടുണ്ട്. അപ്പം കോയാസറ്റ് ബസ്സിൻ്റെ പേര്. അപ്പോൾ ആ ബസ്സിൽ കയറിക്ക് പറഞ്ഞിട്ട് അങ്ങനെ കയറി ഞങ്ങളിതാ ഇറങ്ങിയിട്ട് അപ്പോൾ ലുലുമാളിൻ്റെ എത്തുന്നതിന് കുറച്ച് മുന്നാണ് ഒരു ഇറക്കി തന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോവുക കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം എൻ്റെ മോനായിട്ട് പോകാൻ. ഓരോ കാര്യങ്ങൾ ഇതുപോലെ ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വരുമല്ലോ ഇങ്ങനെ ചെറിയ കുറച്ച് ദിവസത്തിന് സർക്കസ് അതുപോലെ എന്തെങ്കിലും കളിക്കണതോ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവലായിട്ട് വരുന്നത് അങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇവരിങ്ങനെ പോകുന്നുണ്ട് ഈ പോരെന്ന് വെച്ചപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഓരോ കൂട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഓസിക്ക് പോകാം കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമായി. എന്തൊക്കെ സാധനങ്ങളാണ് നല്ല ഭംഗിയുണ്ടായിരുന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വെച്ചത് കാണാൻ ഒതുക്കി വെച്ചതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ജ്യൂസിൻ്റെ സെക്ഷൻ വന്നപ്പോൾ അവിടെ ജ്യൂസ് വേണം അത് വേണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ജ്യൂസിൻ്റെ ഒരു പൊട്ടണ കപ്പ് പിന്നെ എന്താ പറയുക മാഗി പിന്നെ ചേച്ചീൻ്റെ കുട്ടിക്ക് കളറ് കൊടുക്കാൻ ബോക്സ് ഇതായിട്ടൊക്കെയുള്ള അങ്ങനെ കുറച്ച് സെറ്റ് കാര്യങ്ങളായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം അതൊക്കെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഉന്തുവണ്ടി ഞാൻ ഉന്താന്നും പറഞ്ഞ് ഒരാൾ ഉന്തി നടക്കുക കേട്ടോ. എനിക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു സങ്കടം തോന്നി എൻ്റെ ചെറിയ മോന് ഞാൻ എന്ത് കൊടുക്കുന്നതാണ്. പാലെടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവന് നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടി ഉണ്ടല്ലോ ഫ്ലാസ്കിൽ കുറുക്കിക്കാണ്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതിതാ ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ കൊടുക്കുകയാണ്. ആളാ വണ്ടിയിൽ നല്ല എൻജോയ്മെൻറ്റ് ചെയ്ത് പിന്നെ തന്നെ ഞങ്ങളിനി പോകണം മിഠായി തെരുവിലേക്കാട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷ കയറിയപ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കണം എന്നും പറഞ്ഞ് എന്തോ വലിയ ഗമയിൽ ആൾ ഭയങ്കര സെറ്റപ്പിൽ പിടിച്ചിരിക്കുക. അനിയത്തി ആ കൈ മാറ്റിയപ്പോൾ എക്സ്പ്രഷനും സൗണ്ടും കേൾക്കാം കേട്ടോ. അയ്യോ വണ്ടിയിൽ പോവാണ്. വണ്ടിയിൽ മിഠായി തെരുവെന്ന് വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഭയങ്കര തിരക്കായിരുന്നു. ആദ്യമായിട്ട് ഒരു ഞായറാഴ്ച പോയിട്ട് ഇത്ര തിരക്ക് അനുഭവമായിട്ട് ഞാൻ ആകെ 2-3 വട്ടം പോയിട്ടുള്ളൂ. ആ 2 വട്ടം 3 വട്ടത്തേക്ക് ഇത്ര ബുദ്ധിമുട്ടൊന്നും. ഈ ഒരു വട്ടം പോയപ്പം ഭഗവാനെ അവിടെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ വെക്കേഷനും കൂടി ആയിട്ടാവാം. ഇനി തിങ്കളാഴ്ച തുറക്കല്ല. ഇനി അതുകൊണ്ടൊക്കെ അറിയില്ല തോന്നെ ആളുണ്ടായിരുന്നു ഏതായാലും. പിന്നെ ഞങ്ങൾ ബീച്ചിൽ വന്ന് കുറച്ച് നേരം അവിടെ ഇരിക്കാൻ പറ്റിയിട്ടുള്ളൂ. ലുലുമാൾ കയറി ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2-2:30 കഴിഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അവിടെ എത്തുമ്പോൾ 12 മണി ആയിട്ടുണ്ടാവും. പക്ഷേ അവിടെയൊക്കെ ഒരുന്ന് കണ്ടും വാങ്ങി വരുമ്പോൾ ടൈമായിപ്പോയി. ഇവിടെ എത്തുമ്പോൾ അതിലേറെ നേരം വൈകി. എന്നാലും വീട്ടിൽ അരമണിക്കൂറോളം ഇവിടെ 3/4 മണിക്കൂറോളം ഇവിടെ ഇരുന്ന് കുറച്ചൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ. ഫാമിലിയായിട്ട് വന്നപ്പോൾ നല്ല എന്താ പറയുക എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറേ കാര്യം നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മളെ സന്തോഷ നിമിഷങ്ങൾ കുറച്ച് പങ്കുവയ്ക്കാനായി. ഒരു ബാധ്യതകളോ എന്തെങ്കിലും അയ്യോ ഇതുണ്ടെന്നൊന്നും ചിന്തിക്കാൻ ഒന്നും പറ്റില്ല. നല്ല ഹാപ്പി മൂഡായി. ഫാമിലി ആയിട്ട് വരുന്ന കേട്ടോ ഏറ്റവും ബെറ്റർ. നമ്മളെ വീഡിയോസ് ആരെങ്കിലുമൊക്കെ കാണുന്നത് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
അങ്ങനെ പാപ്പൻ്റെ മോളും അനിയത്തിയൊക്കെ കൂടി ഇതാ ബോട്ട് യാത്രയ്ക്ക് പോയി. ഒരാൾക്ക് 250 രൂപ കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഒരു പറഞ്ഞു പോവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കാശിയാണ് ഇതിൽ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആഗ്രഹം പിടിച്ചത്. പക്ഷേ ചെറിയ കുട്ടികളെ കേട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.